വയനാട്ടിൽ 2019 രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കാൻ പോകുന്ന സമയത്ത് അമിത്ഷാ പറഞ്ഞൊരു വാചകം, ഈ പ്രചരണം കണ്ടിട്ട് ഇന്ത്യയാണോ പാകിസ്ഥാനാണോ എന്നെനിക്ക് സംശയമുണ്ടാവുന്നു എന്നാണ്. ഇത് ഇന്ത്യയാണോ പാകിസ്ഥാനാണോ എന്നെനിക്ക് വേർതിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് വയനാട്ടിലെ മുസ്ലിം ലീഗിൻ്റെ പതാകയെ നോക്കി പരിഹസിച്ച നേതാവിൻ്റെ പേര് അമിത്ഷാ എന്നാണ് 2019. ഇനിയിപ്പോൾ നോക്കൂ, ഏകദേശം വിജയരാഘവൻ സംസാരിച്ചിരിക്കുന്നത് അമിത്ഷായുടെ രാഷ്ട്രീയ ഭാഷയിലാണ് എന്ന് ആർക്കും നിസ്സംശയം പറയാം. ഏതെങ്കിലും തരത്തിൽ ലീഗിനെ രാഷ്ട്രീയമായി വിമർശിക്കുകയല്ല ചെയ്തത്, കോൺഗ്രസിനെതിരെയുള്ള രാഷ്ട്രീയ വിമർശനം നടത്തുകയല്ല ചെയ്തത്, അങ്ങേയറ്റം കടുത്ത വർഗീയ ചുവയുള്ള പരാമർശമാണ് നടത്തിയത്. യഥാർത്ഥത്തിൽ എന്താണ് വിജയരാഘവൻ പറഞ്ഞതിലെ ഓരോ വാചകവും എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ അതിൽ എത്രത്തോളം രാഷ്ട്രീയ ശരിയുണ്ട് എന്ന് നമുക്ക് ബോധ്യമാവും. വയനാട്ടിൽ നിന്ന് 2 പേർ വിജയിച്ചു. രാഹുൽ ഗാന്ധി വിജയിച്ചത് ആരുടെ പിന്തുണയിലാണ് എന്നാണ് ആദ്യത്തെ ചോദ്യം. പ്രേക്ഷകർക്കറിയാവുന്നതുപോലെ രാഹുൽ ഗാന്ധി 2019 മത്സരിക്കാൻ വരുമ്പോൾ വയനാട് മണ്ഡലം കൊടുത്ത ഭൂരിപക്ഷം പ്രേക്ഷകർക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടാവും. ആ ഭൂരിപക്ഷം എന്നുള്ളത് വയനാട്ടിൽ ഏതെങ്കിലും ഒരു ഫ്രിഞ്ച് എലമെൻറ്റിൻ്റെ ഭൂരിപക്ഷമാണെന്ന് കണക്കുകൾ വെച്ചുകൊണ്ടേ വിജയരാഘവന് സമർത്ഥിക്കാൻ കഴിയുമോ? SDP-യും വെൽഫെയർ പാർട്ടിയുമാണ് ഉദ്ദേശിച്ചതെങ്കിൽ, ജമാഅത്തെയുമാണ് ഉദ്ദേശിച്ചതെങ്കിൽ, ഇവർ രണ്ടും കൂടി ഏറനാടും തിരുവമ്പാടിയിലും കൽപ്പറ്റയിലും ബത്തേരിയിലും വണ്ടൂരിലും അടക്കമുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ നമ്മൾ മൊത്തം എടുത്ത് പരിശോധിച്ചാൽ പരമാവധി 50,000 ഉള്ളൂ. മൊത്തം വോട്ടർമാർ 50,000 ഉള്ളൂ. അതിൻ്റെ 8 മടങ്ങ് ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി ജയിച്ചു വന്നത് എന്നത് ഓർമ്മിക്കണം. അങ്ങനെയാണെങ്കിൽ വണ്ടൂരിലെ വോട്ടർമാർ മുഴുവൻ ആളുകളും, ഏറനാട്ടിലെ വോട്ടർമാർ മുഴുവൻ ആളുകളും, തിരുവമ്പാടിയിലെയും ബത്തേരിയിലെയും കൽപ്പറ്റയിലെയും മുഴുവൻ ആളുകളും തീവ്രമായ വർഗീയ സംഘടനയുടെ പ്രതിനിധികളായിരുന്നു എന്നതാണ്. മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണയില്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് ഡൽഹിക്ക് എത്തുമോ എന്നതാണ് ചോദ്യം. രാഹുൽ ഗാന്ധി മത്സരിക്കാനെത്തുമ്പോൾ രാഹുൽ ഗാന്ധി എതിരിടാൻ എത്തിയ CPI നേതാവിന് എങ്ങനെയാണ് വോട്ട് നഷ്ടമായത് എന്നത് വിജയരാഘവൻ ഒരു ഗൃഹപാഠം ചെയ്യണം. ഞാൻ ഇനി പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. പ്രിയങ്ക ഗാന്ധി ഇവിടെ വന്നപ്പോൾ ആരെല്ലാമായിരുന്നു അവരുടെ ഓരോ ഘോഷയാത്രയുടെയും മുന്നിലും പിന്നിലും? ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട ഘടകങ്ങൾ, തീവ്രവാദ ഘടകങ്ങളും വർഗീയ ഘടകങ്ങളും അതിലുണ്ടായില്ലേ എന്നാണ് ചോദ്യം. ആരെയാണ് ശ്രീ വിജയരാഘവൻ അങ്ങ് ഈ തീവ്രവാദ ഘടകങ്ങളെന്ന് പറയുന്നത്? പ്രിയങ്ക ഗാന്ധിയുടെ പ്രൊസഷൻ നമ്മൾ കണ്ടതല്ലേ? പ്രിയങ്ക ഗാന്ധിയുടെ മുൻനിരയിലും പിൻനിരയിലും മധ്യനിരയിലും ഉണ്ടായിരുന്നത് അവിടുത്തെ ലീഗ് പ്രവർത്തകരായിരുന്നു എന്നത് നേരിട്ട് ഞാൻ റിപ്പോർട്ട് ചെയ്തപ്പോൾ, നമ്മളെല്ലാവരും റിപ്പോർട്ട് ചെയ്തപ്പോൾ പ്രേക്ഷകർ കണ്ടതാണ്. അവിടെ പതാകയുമായി എത്തിയ ആളുകളുണ്ടായിരുന്നു. പക്ഷേ പതാക ഉയർത്താൻ പറ്റാത്ത വിധം രാഷ്ട്രീയ കലുഷിതമായ വർഗീയ വിഷലിപ്തമായ പരാമർശങ്ങൾ നടത്തുന്ന ഒരു കൂട്ടർ ഈ നാട്ടിലുണ്ട് എന്നുള്ള ബോധ്യം ലീഗിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലീഗ് അതൊരു ഒരിക്കലും ഒരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റിയില്ല. പ്രചരണത്തിൽ ബലൂണുകൾ, കൊടിക്ക് പകരം ബലൂണുകൾ കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചത് അത്യന്തം അപകടകരമായ ഒരു വർഗീയ ധ്രുവീകരണത്തിലേക്ക് വയനാടിനെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ്. അത് ലീഗ് കാണിച്ച സംയമനം ഇന്ന് വിജയരാഘവൻ കാണിക്കാതെ പോയി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഒരു രാഷ്ട്രീയ വിടുവായിത്വമാണ് എന്നാണ് ഞാൻ പറയുക. ഇത് രാഷ്ട്രീയ വായാടിത്വം എന്ന് മാത്രമല്ല, രാഷ്ട്രീയ വിടുവായിത്വമാണ് എന്നാണ്. ഒന്ന്, വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. പ്രിയങ്ക ഗാന്ധി ഇത്തവണ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോൾ കഴിഞ്ഞ തവണ CPI കിട്ടി എത്ര വോട്ട് കുറഞ്ഞു എന്നറിയാമോ? 72,000 വോട്ടുകളാണ് CPIയുടെ വോട്ടുകൾ കുറഞ്ഞത്. ആനി രാജയും ഇപ്പോൾ സത്യൻ മൊകേരിയും തമ്മിലൊരു കമ്പാരിസൺ നടത്തി 72,000 വോട്ടുകളുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ആനി രാജയ്ക്ക് കിട്ടിയ 72,000 വോട്ടുകൾ തീവ്ര വർഗീയ നിലപാടുള്ള മുസ്ലിം വിഭാഗത്തിൻ്റെതായിരുന്നു? അവർ തീവ്രവാദികളായിരുന്നു? ആനിരാജയ്ക്ക് വോട്ട് ചെയ്ത ഇപ്പോൾ ആ ആനിരാജയുടെ വോട്ട് നേരെ ഇറങ്ങി പ്രിയങ്ക ഗാന്ധിക്ക് 72,000 വോട്ട് പോകുമ്പോൾ BJPയുടെ വോട്ട് ബാങ്കിൽ നിന്ന് 32,000 വോട്ടാണ് ചോർത്തിയെടുത്തത്. അതായത് കഴിഞ്ഞ തവണ K. സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ 141 ആണെങ്കിൽ ഇത്തവണ നവ്യ ഹരിദാസ് മത്സരിക്കുമ്പോൾ 1,09,000 ഏകദേശം 32,000 വോട്ടിൻ്റെ കുറവ് BJPക്കുണ്ടായി. ആ BJPയുടെ വോട്ട് ബാങ്ക് പ്രിയങ്ക ഗാന്ധി എടുത്തത് തീവ്ര മൈനോറിറ്റി വിഭാഗത്തിൽ നിന്ന്, മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള വോട്ടായിരുന്നു. രാഷ്ട്രീയമായ സ്റ്റാറ്റിസ്റ്റിക്സും ഗൃഹപാഠവും ചെയ്യാതെ വിജയരാഘവൻ നടത്തിയ ഒരു രാഷ്ട്രീയ വിടുവായുത്വത്തിന് വലിയ വലിയ ഇമ്പാക്റ്റ് ഉണ്ട്. അതിലേറ്റവും വലിയ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യത്ത് ന്യൂനപക്ഷവും തീവ്രവാദവും ഭൂരിപക്ഷ വർഗീയതയും, അഥവാ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരേപോലെ അപകടകരമാണ് എന്ന് നമുക്കൊരു നിഷ്കളങ്കമായ ഒരു നിലപാടെടുക്കുക എളുപ്പമാണ്. അതാർക്കും എടുക്കാം. പക്ഷേ ഇടതുപക്ഷം എടുക്കേണ്ട നിലപാട് അതാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും അധികാരത്തിലുള്ളതൊരു ഭൂരിപക്ഷ വർഗീയതയെ പിൻപറ്റുന്ന രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയേക്കാൾ ആദ്യത്തെ ശത്രുവും ഏറ്റവും അപകടകാരിയായിട്ടുള്ളതും അധികാരം കയ്യിലുള്ള വർഗീയതയായിരിക്കും.
അധികാരം കയ്യിലുള്ള ഏതു വർഗീയതയുടെയും അത്ര ആഴമേറിയതായിരിക്കില്ല അധികാരമില്ലാത്ത ഒരു വിഭാഗത്തിൻ്റെ വർഗീയത എന്നുള്ള പാഠം. അതാണ് ഇടതുപക്ഷം സ്വീകരിക്കേണ്ടിയിരുന്ന പാഠം. നിർഭാഗ്യവശാൽ അടുത്ത കാലത്ത് വരെ ഇടതുപക്ഷം അത് സ്വീകരിച്ചു. എന്നാൽ മുസ്ലിം ലീഗിനെ തങ്ങളുടെ പക്ഷത്ത് കിട്ടില്ല എന്ന് കണ്ടപ്പോൾ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് ആദ്യം CPM എടുത്തിരുന്ന നിലപാടുണ്ടല്ലോ, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലെ മതേതര പാർട്ടി എന്ന CPMന്റെ നിലപാട് അവർ തിരുത്തുന്നു. SDP-യുടെയും മൗദൂദിസ്റ്റുകളുടെയും അഥവാ ജമാഅത്തെയുടെയും പിടിയിലകപ്പെട്ടു പോയിരിക്കുന്ന ലീഗ് എന്ന പുതിയ നരേഷൻ കൊടുക്കുന്നു. ആ നരേഷൻ ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്? അതാണോ ഒരു ഇടതുപക്ഷത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള വസ്തുതകൾ അറിഞ്ഞുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യം അറിഞ്ഞിട്ടുള്ള നിലപാടുണ്ടാവുക? അധികാരമുള്ള ഭൂരിപക്ഷ വർഗീയതയുടെ കയ്യിലുള്ള ആയുധങ്ങളുടെ എത്ര മൂർച്ചയുണ്ടോ തീവ്രവാദ രാഷ്ട്രീയത്തിന്, ന്യൂനപക്ഷ തീവ്രവാദ രാഷ്ട്രീയത്തിന്? അങ്ങനെ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അത്തരം നിഷ്കളങ്കമായ നിലപാടുകൾ എടുക്കുന്നത് രാഷ്ട്രീയ നിഷ്കളങ്കതയാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ്. അത് തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ അടവു നയം എന്ന നിലയിൽ എടുക്കേണ്ടി വരും. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ സമയമല്ലല്ലോ, ജില്ലാ സമ്മേളനങ്ങളുടെ സമയമല്ലേ, തെറ്റ് തിരുത്തേണ്ട സമയമല്ലേ, രാഷ്ട്രീയ പാഠങ്ങൾ പകർന്നു കൊടുക്കേണ്ട സമയമല്ലേ? നോക്കൂ, തിരുവനന്തപുരത്ത് എത്ര മനോഹരമായിട്ടാണ് പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി സംസാരിച്ചത്. തിരുവനന്തപുരത്ത് വളർന്നു വരുന്ന BJP പ്രസൻസിനെ കുറിച്ച് അദ്ദേഹം എത്ര മനോഹരമായിട്ടാണ് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. ആ ആർട്ടിക്കുലേഷന്റെ നേരെ ഘടകവിരുദ്ധമായ ഒന്നല്ലേ വയനാട്ടിൽ നമ്മൾ കണ്ടത്? വയനാട്ടിൽ എന്തുകൊണ്ടാണ് 1,41,000 എന്ന K. സുരേന്ദ്രന്റെ എത്ര ഭൂരിപക്ഷം BJPക്ക് കിട്ടിയതിനെ വിജയരാഘവൻ വിമർശിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് അവിടുത്തെ ക്രിസ്ത്യൻ ബെൽറ്റുകളിലേക്ക് BJP കടന്നു കയറാൻ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ച് വിമർശിക്കാതിരുന്നത്? മുനമ്പമടക്കമുള്ള വിഷയങ്ങൾ വയനാട്ടിൽ ഉയർത്തിപ്പിടിച്ചതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് സംസാരിക്കാതിരുന്നത്? ഈ പ്രതികരണങ്ങൾ എന്തുകൊണ്ടാണ് വിജയരാഘവനിൽ നിന്ന് വരാതിരുന്നത്? അവിടെയാണ് നമുക്ക് സംശയമുണ്ടാവുന്നത്. അതൊരു നിഷ്കളങ്കമായ വായാടിത്തമായിരുന്നില്ല, അതൊരു രാഷ്ട്രീയ വിടുവായുത്വമാണ്. അത് യഥാർത്ഥത്തിൽ വസ്തുതകൾക്ക് നിരക്കുന്നതേ ആയിരുന്നില്ല. അതുകൊണ്ട് ഇടതുപക്ഷത്തിനൊരു ഗുണവും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തെ അതൊരു മുസ്ലിം ന്യൂനപക്ഷ വിജയമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന BJPയുടെ ക്യാമ്പിനിട്ട് കൊടുത്ത ഒരു വെടിമരുന്നായിരുന്നു യഥാർത്ഥത്തിൽ വിജയരാഘവന്റെ സ്റ്റേറ്റ്മെന്റ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ അമിത്ഷാ 2019 പറഞ്ഞ സ്റ്റേറ്റ്മെന്റും ഇപ്പോൾ വിജയരാഘവൻ പറയുന്ന സ്റ്റേറ്റ്മെന്റും തമ്മിൽ സിനിമയിൽ പറയുന്നത് പോലെ ചേട്ടന്റെയും എന്റെയും ശബ്ദം ഏകദേശം ഒരേപോലെയിരിക്കുന്നു എന്ന നിരീക്ഷണത്തിലേക്ക് നമ്മൾ എത്തേണ്ടി വരുന്നത്. ഇത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ശബ്ദമല്ല ഇന്ന് വിജയരാഘവന്റെ കേട്ടത്. പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം എത്രയാണെന്ന് പ്രേക്ഷകർക്കറിയാമല്ലോ. 4,10,000 ഇക്കുറി. ആ 4,10,000 വരുന്ന വിഭാഗങ്ങൾ, ഈ പറയുന്ന ഫ്രിഞ്ച് എലമെന്റ് വയനാട്ടിൽ ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് ഉള്ളതെന്ന് ശ്രീ വിജയരാഘവൻ കാട്ടിത്തരേണ്ടതുണ്ട്. ഇതാദ്യമായിട്ടല്ലല്ലോ. ഇതിനു മുമ്പും ഈ വിടുവായുത്വം പറഞ്ഞിട്ടില്ലേ? എങ്ങനെയാണ് ഒരു പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, ഒരു ഇടതുപക്ഷത്തിൻ്റെ പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വഴിയടച്ചുകൊണ്ട് സ്റ്റേജ് കിട്ടിയപ്പോൾ പറഞ്ഞത്? കാറിൽ സഞ്ചരിക്കുന്ന ആളുകളെക്കുറിച്ച്, കാറിൽ സഞ്ചരിക്കുന്നവർ 25 പേർ കാറ് സഞ്ചരിക്കുമ്പോൾ 25 ആളുകളെ സഞ്ചരിക്കുന്നുള്ളൂ, സാധാരണക്കാർക്ക് വഴിയടച്ച് സമരം ചെയ്യാനുള്ള അവകാശം വേണം എന്ന് വിജയരാഘവൻ പറയുമ്പോൾ, ഒരു കാറിൽ ഒറ്റയ്ക്ക് വന്ന് ഒരു വേദിയിൽ കയറി പ്രസംഗിച്ച് ഇങ്ങനെ പറയണമെങ്കിൽ അസാമാന്യമായ തൊലിക്കെട്ടി വേണം എന്നുള്ളതാണ്. ഒന്നാലോചിച്ച് നോക്കൂ, ഇത് ആർക്കു വേണ്ടിയാണ് നിങ്ങൾ ഇത് സംസാരിക്കുന്നത്? ഏത് ബോധ്യത്തെയാണ് തൃപ്തിപ്പെടുത്തുന്നത്? കുന്നംകുളത്താണെങ്കിൽ പൊതുബോധം മൊത്തം ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിലൂടെ വഞ്ചിയൂരിലെ കാര്യത്തിൽ വിജോയ് അടക്കം മാപ്പ് പറയുന്ന സാഹചര്യം ഉണ്ടായി. അഥവാ വിജോയ് പറഞ്ഞത് എന്താ? അത് ശരിയല്ല എന്ന നിലപാടാണ് വിജോയ് സ്വീകരിച്ചത്. വിജോയ് എന്ന തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുടെ രാഷ്ട്രീയ ബോധ്യം എന്തുകൊണ്ടൊരു പോളിറ്റ് ബ്യൂറോ അംഗത്തിന് ഉണ്ടായില്ല എന്നതാണ്. വഞ്ചൂരിൽ പിഴവ് പറ്റി എന്നൊരു നിലപാട് പാർട്ടി എടുത്തിട്ട് അതിനെ കുന്നംകുളത്ത് ഏരിയ സമ്മേളനത്തിൽ വരുമ്പോൾ ഇടതുപക്ഷത്തിലെ ചിലരെങ്കിലും, എനിക്ക് അതിൽ കയ്യടി പോലും ദുർബലമായിരുന്നു എന്നാണ്. മാത്രവുമല്ല, ഒറ്റ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് വീണ്ടും CPM പ്രതിരോധത്തിലാവുകയാണ്. അടിക്കടി CPMനെ പ്രതിരോധത്തിലാക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ വിജയരാഘവൻ നടത്തുമ്പോൾ അത് ഒരു വലിയ രാഷ്ട്രീയ വിഷയമായി തന്നെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. തീർച്ചയായും പ്രിയങ്ക ഗാന്ധിയുടെ വിജയം ഏതെങ്കിലും മുസ്ലിം ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ വിജയമായി നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. ആ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി വിജയിക്കേണ്ടിയിരുന്നു, രാഷ്ട്രീയമായ അനിവാര്യതയായിരുന്നു. സത്യൻ മുഖേരിയുടെ ഫൈറ്റ് അത്ര ദുർബലമായിരുന്നു. മറുഭാഗത്ത് നവ്യയുടെ വോട്ട് കുറയ്ക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് സാധിച്ചിട്ടുണ്ട്. അതൊരു പൊളിറ്റിക്കലായിട്ടുള്ള വിജയം എന്ന നിലയിൽ തന്നെയാണ് ഞാൻ കാണുന്നത്. ഡെഫിനറ്റ്ലി അതിൽ പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യ മത്സരം എന്ന രീതിയിലുള്ള ഒരു വൈകാരികമായ വോട്ടിംഗ് അതിൽ പ്രതിഫലിച്ചിട്ടുണ്ടാവാം. അത് വേണമെങ്കിൽ പറയാം, അതൊരു രാഷ്ട്രീയമായ ബോധ്യമാണ്, വൈകാരിക വോട്ടിംഗ് ആണ് വയനാട്ടിൽ നടന്നത് എന്ന് വേണമെങ്കിൽ പ്രതികരിക്കാം. സത്യൻ മൊകേരി വരെ മാക്സിമം അതാണ് പ്രതികരിച്ചത്. സത്യൻ മൊകേരി പറഞ്ഞത് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിലാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് എന്നാണ്. പക്ഷേ സത്യൻ മൊകേരി പരാജയപ്പെട്ടു. പക്ഷേ അദ്ദേഹം പോലും ഉയർത്താത്തൊരാരോപണമാണ് ഇന്നിപ്പോൾ വിജയരാഘവൻ നടത്തിയിരിക്കുന്നത്. അത് അത്യന്തം ഗുരുതരമാണ്. അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ചേർന്നു പോകുന്നതല്ല, അതിന് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ സ്വരവും വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാവവുമുണ്ട് വിജയരാഘവന്റെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിൽ. Meet the editors.